എന്നിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാച്ച് ചെയ്യും. നിങ്ങൾ 5 അറ്റംപ്റ്റ്സ് ഉണ്ട്. 5-ൽ 3 കറക്റ്റ് പിടിച്ചാൽ നിങ്ങൾക്ക് സ്ക്വിഡ് ഗെയിമിലേക്ക് വരാം. ഓക്കെ, റെഡി അല്ലേ? റെഡിയാ. ഓക്കെ, നമുക്ക് കളി കളയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ബോൾ. നിങ്ങൾക്ക് സ്ക്വിഡ് ഗെയിമിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഞങ്ങൾ തരും. മനസ്സിലായോ? 1 കിട്ടി. ഓക്കെ, 2 പേര് 4 ഇനി 2 ഉണ്ട്. ഓക്കെ, കൂടി ഞാൻ ഇത് കിട്ടും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് 2 ഇനി മാത്രം നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, നിങ്ങൾ 3 അവിടെ കിട്ടിയോണ്ട് നിങ്ങൾക്ക് സ്ക്വിഡ് ഗെയിം അടുത്ത പിച്ചക്കാരനെ കിട്ടുന്നത്. അടുത്ത പിച്ചക്കാരൻ. അപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലേ? നിങ്ങൾ ഒരു ഗെയിമിൽ ചെയ്യുന്നു. നിങ്ങൾക്ക് 5 പ്രാവശ്യം ബോൾ അറിയും. 3 പ്രാവശ്യം പിടിച്ചാൽ എനിക്ക് സെലക്ഷൻ കിട്ടും. ചേരാം. നിങ്ങൾക്ക് റൂൾസ് എല്ലാം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവനെ കളിപ്പിക്കാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ, ജസ്റ്റ് ചേർന്നു. കിട്ടി. ഓക്കെ, 3 കിട്ടിയിരുന്നു. 4 കിട്ടിയത് ലാസ്റ്റ് സെലക്ഷൻ കിട്ടിയിരുന്നു. ട്രൈ പഠിക്കുന്നു. ഓക്കെ, അടുത്ത പിച്ചക്കാരിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആളെ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കപ്പോ പൈസ വേണല്ലേ? നിങ്ങൾ നമ്മളിപ്പോ ഗെയിമിൽ ചേരാൻ വേണ്ടി വരണം. ഞാനൊരു കളി കളിപ്പിക്കും. അതിൽ 3 പ്രാവശ്യം ബോൾ പിടിക്കണം. അപ്പം നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. ഓക്കെ, രണ്ട് കിട്ടിയിരുന്നു. 3 കിട്ടിയിരുന്നു. എല്ലാം സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. കൂട്ടാൻ വേണ്ടിയിട്ട് രാത്രി വണ്ടി വരും. നിങ്ങൾ ആ വണ്ടിയിൽ കയറി നമ്മുടെ സ്ക്വിഡ് ഗെയിം കളിക്കുന്ന സ്ഥലത്തിലേക്ക് വരണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മളെ സ്ക്വിഡ് ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ആദ്യത്തെ ഗെയിം തുടങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ആദ്യത്തെ ഗെയിം തുടങ്ങുന്ന മുമ്പ് ഇവരെ നമ്പറല്ല എന്താണ് നമുക്ക് ആദ്യം പറഞ്ഞെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെല്ലാവരും നമ്പർ പറഞ്ഞെടുക്കാം. ഹരിനന്ദ ഇങ്ങോട്ടോ. ഹരിനന്ദിന്റെ നമ്പർ 008 എന്നാണ്. ഓക്കെ, ഹരിനന്ദിന്റെ 008 ആണ്. കണ്ണമ്പാ. ഇവരുടെ നമ്പർ 456 ആണ്. അടുത്ത സാത്വികന്റെ നമ്പർ 001 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഗെയിം തുടങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും നമ്പർ ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ്. നിന്റെ നമ്പർ എത്രയാണ്? 456. നിന്റെ നമ്പർ 001. ഓക്കെ ഓക്കെ, നിന്റെ നമ്പർ 008. ഓക്കെ, നിങ്ങളുടെ നമ്പർ 0. അപ്പോൾ നമ്മൾ ഇവിടെ ഗെയിം തുടങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഗെയിം തുടങ്ങാൻ നിങ്ങളെല്ലാം റെഡി അല്ലേ? എല്ലാവരും അവിടേക്ക് നമ്മളെ ഗെയിം തുടങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഗെയിം എന്ന് വെച്ചാൽ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് എന്ന ഗെയിമാണ്. ഞാനിവിടെ പാട്ട്
പാടും. ആ സമയത്ത് നിങ്ങളെല്ലാം ഓടണം. പാട്ട് വെച്ച് നിങ്ങളെല്ലാം സ്റ്റാച്ചു എവിടെ വെക്കണം. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ അനങ്ങിയാൽ നിങ്ങൾ ആ ഗെയിമിൽ നിന്ന് മുഴുവനായിട്ടും ഔട്ടാവും. എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. ഓക്കെ, നമ്മൾ ഗെയിം തുടങ്ങാൻ വേണ്ടി പോകുന്നതാണ്. The game starts now. Kokumako Chinia Sagniva. ഓക്കെ, ഇവരെ ചെക്ക് ചെയ്യേണ്ട സമയം. ആരും അനങ്ങാൻ പാടില്ല. വരുന്നത് പ്രശ്നമില്ല. തുമ്പി സാത്വിക പ്രശ്നമില്ല. ധ്യാൻദർശ് ഓക്കെ, പ്രശ്നമില്ല. ഇതെല്ലാം കറക്റ്റാണ്. ഓക്കെ, Kokumako Chinia Sagniva. ഓക്കെ, എല്ലാവരും കറക്റ്റാണ്. Kokumako Chinia Sagniva. ആ കഴിഞ്ഞു. ഇനി അടുത്ത ഗെയിം വേണ്ടി തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഈ ഗെയിം നിങ്ങൾ 3 പേര് പാസ്സായിരിക്കുന്നു. അടുത്ത ഗെയിം ഇതിൽ 10 മിനിറ്റ്സിനുള്ളിൽ തുടങ്ങും. നിങ്ങൾക്ക് ആ 10 മിനിറ്റ്സിനുള്ളിൽ വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വരാം. ഓക്കെ, പോയി. അപ്പം നേരത്തെ ഗെയിമിൽ എല്ലാവരും പാസ്സായിരിക്കുന്നു. ഇനി അടുത്ത ഗെയിം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഒരു കുറച്ച് സീരിയസ് ഗെയിമാണ്. ഡോഡ്ജ് ബോൾ എന്ന് വെച്ചാൽ അവരുമ്പോഴത്തേക്ക് ബോൾ എറിയും. അപ്പം അവർക്ക് 3 ഹാർട്ട് ഉണ്ടാവും. അവർ ഒന്നിലും കൊള്ളാത്ത സർവൈവ് ചെയ്യും. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മിനിറ്റ് അതിന് സർവൈവ് ചെയ്താൽ അവർക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. പിന്നെ ഈ വീഡിയോയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. ദൈവത്തിനറിയാം. അടുത്ത ഗെയിം ഡോഡ്ജ് ബോളാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 3 ഹാർട്ട് ഉണ്ടാവും. നിങ്ങൾ 5 മിനിറ്റോളം മരിക്കാത്ത സർവൈവ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാൻ ഗെയിം. മനസ്സിലായോ? 5 മിനിറ്റോളം സർവൈവ് ചെയ്യണം. ഓക്കെ, നിങ്ങളെല്ലാം റെഡി അല്ലേ? അപ്പം ഞാനിവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാനാണ്. അപ്പോൾ ഗെയിം ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകാനാണ്. ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. തുടങ്ങി. സർവൈവ് ചെയ്യുക. നിങ്ങൾക്ക് 3 ഹാർട്ടായില്ലേ? ടൈമർ ഞാനത് അവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബോൾ എടുക്കാൻ പാടില്ല. ഈ പ്രാവശ്യം പായ കൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടിനെ. ഈ സമയം വരെ സർവൈവ് ചെയ്യണം. ഈ സമയത്തിനുള്ളിൽ അതൊക്കെ 2 ഹാർട്ട് ബാക്കിയിലും. അങ്ങനെയല്ല, എനിക്ക് 2 ഹാർട്ട് ബാക്കി.
ഒരു കുറച്ച് സമയം ഇവിടെ ഉണ്ട് സർവൈവ്. എനിക്ക് ഈ സമയത്തുള്ള എങ്ങനെ ഇവിടെ ജീവിച്ചോ. ഇനി ഒറ്റ ഹാട്ടയിലും ബോളെടുത്തു. ജസ്റ്റിസ് ടൈമർ കുറച്ച് സമയം കൂടെ ഇട്. മുടി കൊണ്ടാൽ ബോഡി കൊണ്ടാൽ നിങ്ങൾക്ക് ലൈഫ് പോകും. തുമ്പിക്ക് ഹരിനന്ദക്ക് ഒരു ലൈഫ്, കണ്ണന് 2 ലൈഫ്. കണ്ണനെ കൊണ്ടു ഞങ്ങൾക്ക് ഒത്തിരി ലൈഫ് വരൂ. കൊള്ളത്ത് തുമ്പിനെ നിങ്ങളാണ് ഇത്ര നേരം ജസ്റ്റ് എനിക്ക് കുറച്ച് സമയമല്ലോ. എന്ത് വാങ്ങിയില്ല അയാളുണ്ട്. കടൽ കാലിന്റെ അടലോടല്ല റൂമിനി. തുമ്പി സമയത്ത് തന്നെ നിങ്ങളെല്ലാം ഇത്ര സമയം സർവൈവ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ഗെയിം നാളെയാണ് രാവിലെ. നിങ്ങൾക്ക് ഇനി പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഇന്നത്തെ ഗെയിം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ട് അടുത്ത ആഴ്ച വരും. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.